നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. മധ്യാഹ്ന വാർത്തകൾ വായിക്കുന്നത് അനു മനു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസറായി കണക്കാക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും UDF മുന്നേറുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ദൃശ്യമാകുന്നത്. 14 ജില്ലകളിലായി 244 കേന്ദ്രങ്ങളിലാണ് 1129 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ട് എണ്ണുന്നത്. 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2,267 വാർഡുകൾ, 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 വാർഡുകൾ, 86 നഗരസഭകളിലെ 3,205 വാർഡുകൾ, 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ 2 ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ 73.68% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2020 ഇത് 75.95%. വിവാദങ്ങൾ കരുത്തായപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് തിളക്കമാർന്ന വിജയം. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അംശു വാമദേവനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വൈഷ്ണയുടെ വിജയം. കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് മുട്ടടയിൽ UDF വൈഷ്ണയെ അവതരിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പുമായി ഹൈബി ഈഡൻ MP. കൊച്ചി കോർപ്പറേഷൻ UDF തൂക്കിയെന്നായിരുന്നു ഹൈബിയുടെ കുറിപ്പ്. മനസ്സിനെ ഏറ്റവും അധികം നിറയ്ക്കുന്ന സന്തോഷം ഗാന്ധിനഗറിലെ നിർമ്മല ടീച്ചറുടെ വിജയമാണെന്നും സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരാളുടെ അസാധാരണ വിജയമാണിതെന്നും ഹൈബി ഈഡൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട തകർത്ത് BJPയുടെ പടയോട്ടം. മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJP LDFനെ പിന്നിലാക്കി നിലവിൽ 45 വാർഡുകളിലും മുന്നേറുകയാണ്. LDF 22 സീറ്റിലും UDF 14 സീറ്റിലുമാണ് മുന്നേറുന്നത്. പാലക്കാട് നഗരസഭയ്ക്ക് പിന്നാലെ തൃപ്പൂണിത്തുറ നഗരസഭയിലും ഭരണം പിടിച്ച് NDA. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം BJP പിടിച്ചെടുക്കുന്നത്. 1 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് NDAയുടെ വിജയം. തിരുവനന്തപുരത്ത് BJPയെ മാറ്റി നിർത്തുമെന്നും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും സണ്ണി ജോസഫ്. UDF തികഞ്ഞ സന്തോഷത്തിലാണെന്നും LDFന്റെ കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ പാടെ തള്ളിക്കളഞ്ഞുവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. UDF ചരിത്രവിജയത്തിലേക്ക് കുതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അങ്കമാലി കരയാമ്പറമ്പിൽ 3 വർഷം മാത്രം പഴക്കമുള്ള 4.25 സെന്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വീടും ഫർണിച്ചറടക്കം വിൽപ്പനയ്ക്ക്. കൊച്ചി എയർപോർട്ടിൽ നിന്നും 9 കിലോമീറ്ററും അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും 2 കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്നും 300 മീറ്ററും ഹോസ്പിറ്റൽ, സ്കൂൾ, ആരാധനാലയങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലാം അടുത്തുള്ള ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 49 ലക്ഷം രൂപ. ഈ വീട് സ്വന്തമാക്കുവാൻ ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.